ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് എന്ന് നമ്മൾ മേനടിക്കുമ്പോഴും ഏറ്റവും ശക്തമായ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. കാരണം യൂറോപ്പിൽ ബ്രിട്ടനിലടക്കം രാജവാഴ്ച കൊടികുത്തി വാഴുന്ന കാലത്താണ് ഈ അമേരിക്കയിലേക്ക് കുടിയേറിയ സായിപ്പന്മാർ ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച് ഒരു ഭരണഘടന ജനാധിപത്യപരമായ രീതിയിൽ എഴുതി ഉണ്ടാക്കി അത് പാസ്സാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയത്. അമേരിക്കയ്ക്ക് ഒരു സമയത്ത് ഒരു രാജാവും ഉണ്ടായിട്ടില്ല. 1789 മുതൽക്ക് ഇന്ന ദിവസം വരെ അതൊരു റിപ്പബ്ലിക്കായിട്ട് ജനാധിപത്യ രീതിയിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമായിട്ട് തുടരുകയാണ്. ആ 13 കോളനികൾ പിന്നീട് 50 സംസ്ഥാനങ്ങളായിട്ട് വർദ്ധിച്ചപ്പോഴും വിപുലീകരിച്ചപ്പോഴും ആ സംവിധാനത്തിന് യാതൊരു മാറ്റവും വന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും. കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു. ആ ആൾ 4 വർഷമാണ് ഭരണ കാലാവധിക്ക് 4 വർഷം ഭരിക്കും. ആ സംവിധാനം തുടരുകയാണ്. അതനുസരിച്ച് അവിടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുരോഗതി പ്രാപിച്ച് വേറൊരു രാജ്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. മറ്റെല്ലായിടത്തും രാജവാഴ്ചയുടെ ഡോസ് കൂടിയും കുറഞ്ഞുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകാധിപത്യം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയുള്ള അമേരിക്കയിലാണ് ഇപ്പം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രംപ് വന്നപ്പോൾ തന്നെ ചില മാറ്റങ്ങളുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് ചോദിച്ച പോലെ ട്രംപ് വന്നേ പിന്നെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തോന്നിവാസ ഭരണം എന്ന് പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമുക്കറിയാം, അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാജ്യമായ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരാണ് എങ്കിൽ പോലും അവരെ കൈക്കും കാലിനും ചങ്ങലയിട്ടിട്ടാണ് ഇങ്ങോട്ട് നാട് കടത്തിയത്. ഇന്ത്യയുമായിട്ടുള്ള ഈ ഇറക്കുമതി ചുങ്കം അമേരിക്ക ക്രമാതീതമായിട്ട് വർദ്ധിപ്പിച്ചു. ഇന്ത്യ കൂട്ടിയതനുസരിച്ച് അമേരിക്ക കൂട്ടി. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയോട് പോലും ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ബാക്കി രാജ്യങ്ങളിലായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നു. അമേരിക്കയുടെ ഒരു ദാസരാജ്യം എന്ന് പറയാവുന്ന, അമേരിക്കൻ ദാസന്മാരായി തുടരുന്ന യുക്രൈൻ്റെ പ്രസിഡൻറ്റിനോട് എങ്ങനെയാണ് ട്രംപ് മുതലാളി പെരുമാറിയെന്ന് നോക്കിയാൽ മതി. സെലൻസ്കി ഏത് രീതിയിലാണ് അവമാനിച്ചത്, ഏത് രീതിയിലാണ് അവഹേളിച്ചത്. റഷ്യയോട് പുള്ളി പുലർത്തുന്ന സമീപനം എന്താ, ബ്രിട്ടനോടും ജർമ്മനിയോടും ഒക്കെ അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഫ്രാൻസിന് ഏത് രീതിയിലാണ് താഴ്ത്തി കിട്ടിയിട്ടുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ലോക പോലീസുകാരനായിരുന്ന അമേരിക്ക ഇപ്പോൾ ലോക ചട്ടമ്പിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഈ കഴിഞ്ഞ നമ്മുടെ ഫലസ്തീൻ പ്രശ്നം കത്തി നിന്ന സമയത്ത് പല സർവകലാശാലകളിലും കുട്ടികൾ ഹമാസിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തി. അത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പോയ വിദ്യാർത്ഥികളാണ് ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. യഹൂദ വിദ്യാർത്ഥികളെ നോക്കി കണ്ണുറപ്പിച്ച് കാണിക്കുക, അവരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ചീത്ത പറയുക, തല്ലി മുട്ടുകാലൊടിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ വലിയ വിവാദമായിട്ട് മാറിയിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞാണ്, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ, ഹാർവാർഡിലെയൊക്കെ അല്ലെങ്കിൽ പ്രിൻസ്റ്റണിലൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻറ്റുമാർക്ക് സ്ഥാനത്യാഗം ചെയ്ത് പോകേണ്ടതായിട്ടൊക്കെ വന്നു. കാരണം യഹൂദ ലോബി അത്ര ശക്തമാണ്. അപ്പോൾ ട്രംപ് വന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ഒറ്റ കുഞ്ഞിനെ അമേരിക്കയിൽ തുടർന്ന് പഠിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, അവനെയൊക്കെ എലിവാടത്തുമ്പോൾ കയറ്റി വന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടും എന്നുള്ള കാര്യം. ഇപ്പോൾ അദ്ദേഹം അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ യഹൂദ വിരുദ്ധ സമരം നടന്ന ഒറ്റ സർവകലാശാലയ്ക്കും സർക്കാർ ഖജനാവിൽ നിന്ന് മേൽ ഒറ്റ പൈസ തരികയില്ല എന്ന് പറയും. അതിൻ്റെ ആദ്യ നടപടി എന്ന നിലയ്ക്ക് അമേരിക്കയിലെ പ്രസിദ്ധമായ കൊളംബിയ സർവകലാശാലയ്ക്കുള്ള സാമ്പത്തിക സഹായം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു. മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ലിസ്റ്റ് പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദേശി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നാട്ടുകാരായ വിദ്യാർത്ഥികളെ കൂടി വഴിതെറ്റിക്കും, അവരെ സമരപാതയിലേക്ക് നയിക്കും, അവിടെയൊക്കെ SFIയുടെ യൂണിറ്റ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ ഇവിടെ വച്ചുകൊണ്ടിരിക്കില്ല എന്ന് പുള്ളി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു ചങ്ങാതി, കുട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, 40-40 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഖലീൽ മെഹ്മൂദ് എന്നാണ്. ഈ മെഹ്മൂദിനോട് പറഞ്ഞു, നീ ഇത്ര നാളും ഇവിടെ പഠിച്ചത് മതി, നിൻ്റെ പഠിത്തം അവസാനിച്ചു, നിൻ്റെ പണി തീർന്നു, നീ നാട്ടിൽ പോയിക്കോ, നിന്നെ ഇവിടുന്ന് കയറ്റി വിടുകയാണ്.
അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഗ്രീൻ കാർഡുള്ള ആൾ, പക്ഷേ പൗരത്വം കിട്ടിയിട്ടില്ല. പൗരത്വം കിട്ടിയിരുന്നെങ്കിൽ നേരെ ജയിലിലേക്ക് പോയത്. അപ്പോൾ ഗ്രീൻ കാർഡുകാരനായ നിൻ്റെ ഗ്രീൻ കാർഡ് ഇതോട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യണം, നീ ഉടനെ തന്നെ ആദ്യത്തെ കാണുന്ന വിമാനത്തിൽ നിന്നെ കയറ്റി വിടും, നീ സിറിയയിലേക്കോ ലബനോണിലേക്കോ ജോർഡാനിലേക്കോ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ വിഷയം മാറി. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ഇതിനെതിരെ പഠിപ്പ് മുടക്കുമോ സമരം ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇവിടേക്കാണെങ്കിൽ പിന്നെ നിരന്തര സമരമായിരിക്കും. ട്രംപ് രാജിവെക്കുന്നവരെ സമരം ചെയ്യും SFIക്കാർ. ഏതായാലും അമേരിക്കയിൽ ഈ പരിപാടി നടക്കില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ സമരക്കാർക്കുള്ള ഒരു സൂചനയാണ്, മുന്നറിയിപ്പാണ്. ഇനി മേലിൽ ഇതുപോലെ സമരം ചെയ്യുകയാണെങ്കിൽ അവനൊക്കെ അപ്പം തന്നെ കയറ്റിവിടും. അപ്പോൾ അമേരിക്ക ഒരു പൊട്ടൻഷ്യലി ഫാസിസ്റ്റ് രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ടും ട്രംപ് ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അടുപ്പൂട്ടി ചർച്ചക്കാർ വിലപിക്കുന്നത് കേട്ടത്. അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് അറിയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ സ്വതന്ത്ര രാജ്യമാണെന്നൊക്കെ പറയുമ്പോഴും രാജ്യസുരക്ഷ മുൻനിർത്തി ഇതുപോലുള്ള നടപടികൾ സ്വീകരിക്കാനൊക്കെ അമേരിക്കയിൽ സാധിക്കും. പണ്ട് സെനറ്റർ ജോസഫ് മക്കാർത്തി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. അദ്ദേഹമാണ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം ശക്തമായി നടത്തുകയും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് സംശയമുള്ള ആളുകളെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമൊക്കെ നടത്തുകയും ചെയ്തത്. അതിനാണ് മക്കാർത്തിസം എന്ന് പറയുന്നത്. അത് ട്രൂമാൻ്റെ സമയത്താണ്. ഹാരി എസ് ട്രൂമാൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ മക്കാർത്തി തുടങ്ങി വെച്ച പ്രസ്ഥാനം. അതാണ് പിന്നീട് ഐസനോവറുടെ കാലത്ത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജോൺ ഫോസ്റ്റർ ഡള്ളസ് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് നടപ്പാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സംഗതികൾ അമേരിക്കൻ ഭരണഘടനയിൽ സാധ്യമാണ്. യുദ്ധകാലത്ത് ജപ്പാൻകാരെ അറസ്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ജർമ്മൻകാരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് സംശയിക്കുന്ന ആളുകളെ പോലീസിന് വാറണ്ട് കൂടാതെ പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ചാരനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അമേരിക്കയിൽ നിന്ന് കണ്ണീരോടെ പോകേണ്ട വന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. അത് ചാർലി ചാപ്ലിനായിരുന്നു. ചാർലി ചാപ്ലിൻ ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ട് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ എടുത്തു. ആ സിനിമ നിങ്ങളൊക്കെ കണ്ടു കാണുന്ന പേരിക്കും. ഹിറ്റ്ലറെ തകർത്ത് തരിപ്പണമാക്കി, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഭിത്തിയിൽ ഒട്ടിക്കുന്ന സിനിമയാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹം അമേരിക്കയിലെത്തി. അമേരിക്കയിൽ താമസക്കാരനായിരുന്ന കാലത്താണ് മൊസ്യു വെർദോ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. ആ സിനിമയെ പറ്റി അധികം ആൾക്കാരൊന്നും കേട്ട് കാണില്ല. കാരണം ആ സിനിമ കണ്ടവർ വളരെ കുറവാണ്. കാരണം അമേരിക്കക്കാർ ഈ സിനിമയെ റിജക്റ്റ് ചെയ്തു. എന്ന് മാത്രമല്ല ചാർലി ചാപ്ലിനെ അവർ ബഹിഷ്കരിച്ചു. പിന്നെ പുള്ളി വളരെ കാലം സ്വിറ്റ്സർലൻഡിലാണ് താമസിച്ചത്. അവിടെ വെച്ചാണ് മരിച്ചത്. അപ്പോൾ ഇങ്ങനെ ചാർലി ചാപ്ലിന് പോലും നീക്കക്കള്ളിയിലേണ്ട അമേരിക്ക വിട്ട് പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് മക്കാർത്തിസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മക്കാർത്തിയുടെ ഒരു പ്രേതമാണ് ഇപ്പോൾ ട്രംപിൻ്റെ രൂപത്തിൽ തിരിച്ചു വരുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എത്ര പേരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിടും? എത്ര ആൾക്കാർ ഇനി മുദ്രാവാക്യം വിളിക്കാനായിട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് നമുക്ക് പറയാനായില്ല. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ലോക്കലായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല, എന്നാലും പറയാം. ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇതുപോലെ കുറച്ച് കുട്ടികൾ വെള്ളിയാഴ്ച ദിവസം ഉച്ചപ്രാർത്ഥനയ്ക്കുള്ള അനുവാദം തേടി പ്രിൻസിപ്പാളിൻ്റെ റൂം ഉപരോധിച്ച കാര്യം ഓർമ്മയില്ലേ? ചില പെൺകുട്ടികൾ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കോളേജിൽ നമസ്കരിക്കാൻ അവകാശം ഒരു ഡിമാൻഡ് വെച്ചു. പ്രിൻസിപ്പൾ അച്ഛൻ സമ്മതിച്ചില്ല. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് MSFകാരും KSUക്കാരുമായിട്ടുള്ള ചില പിള്ളേർ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അച്ഛനെ ഉപരോധിച്ചു. അത് പിന്നീട് ഈ മുസ്ലിം സമുദായ നേതാക്കന്മാരൊക്കെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചു. ആ വിദ്യാർത്ഥികൾ സമരം പിൻവലിച്ചു. ഉച്ചയ്ക്ക് നമസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് പെൺകുട്ടികളെത്തി. അപ്പോൾ പിന്നെ പ്രതികാര നടപടിയൊന്നും ഉണ്ടാവില്ല എന്നുള്ള എല്ലാവരും വിചാരിച്ചു. പ്രതികാര നടപടി എന്ന് പറയാൻ പറ്റില്ല. ഈ സമരത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച, അതിൻ്റെ ആണി ആയിട്ട് പ്രവർത്തിച്ച 2 വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അച്ഛൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇത്ര നാളും മൂവാറ്റുപുഴ കോളേജിൽ പഠിച്ചാൽ വളരെ നന്നായി, ഇത്ര നാളും പഠിച്ചത് മതി, ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് 2 പേർക്ക് TC കൊടുത്ത് പോക്കൊള്ളാൻ പറഞ്ഞു. അവരൊന്നും മിണ്ടിയില്ല. ആ TC മേടിച്ച് പോയി. ഒരു സമരം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ നിലവാരത്തിലേക്കാണോ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയും കൊളംബിയ സർവകലാശാലയും അതുപോലെ ഹാർവാർഡും യെയിലും ഒക്കെ എത്താൻ പോകുന്നത് എന്ന് ഞാൻ ന്യായമായിട്ടും ഭയപ്പെടുന്നു. ഏതായാലും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയും ഒക്കെ പടച്ചവൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.